किसने खाओ बेटा किसने खाओ बेटा അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടിയാണ് എല്ലാവരും ഒന്നാണ്. രണ്ടാമത് ക്ലെൻലിനെസ്. നമ്മൾ പുറത്ത് എങ്ങനെയാണോ വൃത്തിയായിരിക്കുന്നത് അതിൻ്റെ മനസ്സിലുള്ള വൃത്തിയായത് റിഫ്ലക്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ ഞാൻ നന്നായിട്ട് വയ്ക്കും, പുറത്ത് എന്തുകൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊരു ഒരു ടോക്കണായിട്ട് അത് അങ്ങനെ ചെയ്ത് ബാക്കി അവരൊക്കെ ചെയ്യാമെന്ന് എല്ലാവരും ഏറ്റിട്ടുണ്ട്. അധികാരത്തിലുള്ള ആളുകളല്ല, അവർ ട്രൈങ് അതുവരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ എല്ലായിടത്തും ചെയ്യും. പോകുന്നിടത്ത് ഒരു ചേർച്ച ഉണ്ടെങ്കിൽ അവിടെ വൃത്തികേടാണെങ്കിൽ അവിടെ വൃത്തിയാണ്, പള്ളി ഉണ്ടെങ്കിൽ അവിടെയും വൃത്തികേടാണെങ്കിൽ നമ്മളത്
അവർ സമ്മതിച്ചാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും സമ്മതത്തിലാണ്, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ കൂടെ ചേർന്ന് ഞാനൊരു ഇതിൻ്റെ ഒരു ടോക്കണാണെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർ വേണം ഇതെല്ലാം അംഗീകരിച്ച് റിയാലിറ്റി ആക്കാൻ. ഒന്നുകൂടെ പാദയാത്ര കന്യാകുമാരിയിൽ തുടങ്ങി ശ്രീനഗറിൽ അവസാനിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞങ്ങൾ 100 കിലോമീറ്റർ ചെയ്ത് 6500 കിലോമീറ്റർ നടക്കാനുണ്ട്. 4400 എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന മെയിനായിട്ട് എല്ലാവരെയും യുണൈറ്റ് ചെയ്ത് നല്ല കാര്യത്തിലേക്ക് കൊണ്ടുവരിക. അത് കാസ്റ്റ് ക്രീഡ് രീതിയിലെല്ലാം യൂസ് ചെയ്തല്ല ചെയ്യുന്നത്. ഭാരതീയരെല്ലാം ഒന്നാണെന്നുള്ള ഒറ്റ ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ വീട് ഞാൻ ശുദ്ധിയാക്കി എൻ്റെ ഇപ്പോൾ പുറത്തെന്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അല്ല എന്നുള്ള ഭാരതം എല്ലാവരുടെയും നമ്മുടെ എല്ലാ സിറ്റിസൺസിൻ്റെയും ഒരു നാടാണ്. അപ്പോൾ അതിന് എങ്ങനെയാണോ എൻ്റെ വീട് ഞാൻ വൃത്തിയാക്കി വയ്ക്കുന്നത്, അതേപോലെ എല്ലാ പ്രോപ്പർട്ടീസും ഈ നാട്ടിൽ വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണെന്നാണ് എൻ്റെ. അതുകൊണ്ട് ഇതൊരു വെറും ടോക്കണാണ്. ഞങ്ങൾ ഒരു ദിവസം ക്ലീൻ ചെയ്യുന്നതുകൊണ്ടൊന്നും അത് ക്ലീൻ ആവില്ല. പക്ഷേ സന്ദേശം അതാണ്, നമ്മളെല്ലാവരും ചേർന്ന് ഒരു സംഗതി വൃത്തിയാക്കണമെന്ന് വിചാരിച്ചാൽ വൃത്തിയാക്കാൻ സാധിക്കും. അത് നമ്മളെ കൊണ്ടേ സാധിക്കുള്ളൂ. അതൊരു എൻഫോഴ്സ് ചെയ്ത് ഗവൺമെൻറ് റൂൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഗവൺമെൻറ് ഏജൻസീസും നമ്മുടെ കൂടെ കോപ്പറേറ്റ്. ഞാനേ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. അതും പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ ഒരു ഹോളി പ്ലേസ് ആയിട്ടാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രം ശുദ്ധീകരിച്ച് വെളിയിൽ ശുദ്ധമല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം നേരെ ആക്കി എടുക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഒരു ടോക്കണാണ്. ഞങ്ങൾ 1 മണിക്കൂറേ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവരെല്ലാം അധികാരികളൊക്കെ പറയുന്നു സാർ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർ അത് ഏറ്റെടുത്ത് ചെയ്യാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എപ്പോഴും നടക്കും എന്ന് ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ പലരും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഇൻസ്പിറേഷൻ മാത്രം കൊടുക്കണം. എന്നെ എല്ലാവരും ശ്രീ എം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് പാദയാത്ര. പാദയാത്രയുടെ ഒരു അംഗമാണ് എല്ലായിടത്തും. താങ്ക് യു.